ഹേ ഗായ്സ്, ശരിക്കും ഒരു ഗെറ്റ് റെഡി വിത്ത് മീ ചെയ്യാമോ എന്ന് ചോദിച്ചുകൊണ്ട് ചെയ്യണതാണ്. എനിക്കങ്ങനെ പ്രത്യേകിച്ച് ഗെറ്റ് റെഡി വിത്ത് മീ എന്ന് അറിയില്ല. പിന്നെ ആമ്പിള്ളേരുടെ ഗെറ്റ് റെഡി വിത്ത് മീക്ക് അത്ര ഡിമാൻഡൊന്നുമില്ല. അല്ലെങ്കിൽ ഭയങ്കര ഗ്ലാമർ വേണം, അല്ലെങ്കിൽ കുറച്ച് എന്താ പറയുക ബോഡി വേണം, എന്നാലൊക്കെ ആൾക്കാർ സ്റ്റിക്ക് ഓൺ ചെയ്യുള്ളൂ. നമ്മുടെ ഗെറ്റ് റെഡി വിത്ത് മീ ഇത്രേ ഉള്ളൂ. ബാ, ഇതാണ് ഞാൻ ഇന്ന് ഇടാൻ പോണ ഷർട്ട്. ഇത് നാട്ടിൽ നിന്ന് എൻ്റെ ഫ്രണ്ട് സുഡിയോന്ന് വാങ്ങിച്ചു കൊണ്ടുവന്നാണ്. ഇവിടെ ഷർട്ടിനൊക്കെ ഭയങ്കര പൈസയാണ്. ഞാൻ സിംഗപ്പൂരാന്ന് നിങ്ങൾക്ക് അറിയാമല്ല, നമ്മുടെ റൂം കണ്ട് ആരും പേടിക്കണ്ട. ഇത് സിംഗപ്പൂരാണ്. ഞാൻ ഒറ്റക്കാണ് താമസിക്കണത്, അതുകൊണ്ടാണ് റൂമിന് അലമ്പായി കിടക്കുന്നത് കേട്ടോ. ഇതാണ് നമ്മുടെ ഷർട്ട്, കണ്ടല്ലോ. ഇന്ന് ഞാൻ വേറെ ആവണ ഈ ജീൻസ് ആണ് കേട്ടോ, കണ്ടല്ല. ഈ ജീൻസ് ഈ ഷർട്ടിൻ്റെ കൂടെ ഓക്കെയാണ്. ഇതാണ് നമ്മുടെ ഗെറ്റ് റെഡി വിത്ത് മീ. ആകെ ഇത്ര ഉള്ളൂ. ഇതാ ഒരു പൂക്കൾ ഷർട്ട് ഇട്ടിട്ടുണ്ട്, ജീൻസ് ഇട്ടിട്ടുണ്ട്. നമുക്ക് പ്രത്യേകിച്ച് ഒന്നും അപ്ലൈ ചെയ്യാനില്ല. നല്ല വെയിലുള്ള സമയത്ത് നമ്മൾ എന്തെങ്കിലും ഒരു സൺസ്ക്രീൻ ഇടാറുണ്ട്. ഞാനിപ്പോൾ ഡോക്ടർ ഷെത്തിൻ്റെ ഈ സൺസ്ക്രീനാണ് ഉപയോഗിക്കണത്. ഇന്ന് പക്ഷേ വൈകുന്നേരം ആയതുകൊണ്ട് എനിക്ക് സൺസ്ക്രീൻ്റെ ആവശ്യമൊന്നും തോന്നുന്നില്ല. പക്ഷെ നമുക്കൊരു മോയ്സ്ചറൈസർ ഉപയോഗിക്കാം. അത് ഏതെങ്കിലും മെഡിക്കേറ്റഡ് മോയ്സ്ചറൈസർ ആണെങ്കിൽ അതായിരിക്കും നല്ലത്. ഞാനിപ്പോൾ ലാഷ് ഷീൽഡിൻ്റെ ഒരു മോയ്സ്ചറൈസറാണ് ഉപയോഗിക്കണം. വേറെ ഒന്നും ഉപയോഗിക്കാനുള്ള. കഴിഞ്ഞ് നമ്മുടെ ഗെറ്റ് റെഡി വിത്ത് മീ. ഇങ്ങനെ അങ്ങോട്ട് തേക്കും, മുടിഞ്ച്. അപ്പൊ ഇതാണ് നമ്മുടെ ഗെറ്റ് റെഡി വിത്ത് മീ, കണ്ടല്ലോ. ഇത്രേ ഉള്ളൂ.